Good morning, dears. Today we learn about the international trade institutions. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര കച്ചവടത്തെ നിയന്ത്രിക്കുന്ന ഏജൻസികളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിനെ, എക്സ്പോർട്ടിങ്ങിനെയും ഇമ്പോർട്ടിങ്ങിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും 5 സ്ഥാപനങ്ങളാണ്. ഫസ്റ്റ് വൺ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, സെക്കൻഡ് വൺ കമ്മ്യൂണിറ്റി ബോർഡ്, ദെൻ എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, സ്റ്റേറ്റ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ. ഇത്രയും സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടും ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും, അഥവാ നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്ന, അന്താരാഷ്ട്ര കച്ചവടത്തെ നിയന്ത്രിക്കുന്നതും ഈ ഏജൻസികളാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയിട്ട് പല ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. അഥവാ നമ്മൾ പറഞ്ഞ ഈ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ, കമ്മ്യൂണിറ്റി ബോർഡ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, സ്റ്റേറ്റ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ, ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള, അതല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഇൻ്റർനാഷണൽ ട്രേഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഏജൻസികളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 6 തരത്തിലുള്ള ഏജൻസികളെ കുറിച്ചാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ വേൾഡ് ബാങ്ക്, സെക്കൻഡ് വൺ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ, ദെൻ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇത്രയും ഏജൻസികളുടെ സഹായത്തോടെയാണ് ഇൻ്റർനാഷണൽ ട്രേഡ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ ഓരോന്നിനെക്കുറിച്ചും, ഈ ഓരോ ഏജൻസികളെക്കുറിച്ചും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചും മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് IBRD. IBRD means International Bank for Reconstruction and Development. World Bank was established in 1945. 1945 1945 സ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ബാങ്കാണ് ഇത് IBRD, International Bank for Reconstruction and Development. The main objective of World Bank is to aid the task of reconstruction of the war-affected economies. യുദ്ധം മൂലം തകർന്നു പോയിട്ടുള്ള എക്കോണമീസ്, അഥവാ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം തകർന്നു പോയിട്ടുള്ള സമ്പദ് വ്യവസ്ഥകളെ റീകൺസ്ട്രക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ബാങ്കാണ് ഇത്. അതല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന എക്കോണമീസിനെ ഡെവലപ്ഡ് എക്കോണമീസ് ആക്കിയിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ബാങ്കാണ് ഇത് വേൾഡ് ബാങ്ക് അഥവാ IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വാർ അഫക്റ്റഡ് കൺട്രീസ്, യുദ്ധം മൂലം തകർന്നു പോയിട്ടുള്ള രാജ്യങ്ങളുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും അവയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും രൂപം കൊണ്ടിട്ടുള്ള ബാങ്കാണ് ഇത് IBRD. The main functions of IBRD is to develop infrastructural facilities such as energy, transportation, etc. ഈ സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന
അവികസിത രാജ്യങ്ങൾക്ക് വികസനത്തിന് വേണ്ടിയിട്ടുള്ള വികസന വായ്പകൾ നൽകുക. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ എനർജി സോഴ്സുകളും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ധനസഹായങ്ങൾ അവർക്ക് നൽകുക. ദെൻ ടു ഹെൽപ്പ് ദ ഡിഫറെൻറ്റ് കൺട്രീസ് ഫോർ റൈസിങ് cash crops so that their income rises. കൃഷി, ജലസേചനം, അതുപോലെ തന്നെ ഊർജം, ഗതാഗതം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ഗവൺമെൻറ്റുകൾക്ക് വായ്പ അനുവദിക്കലും ഈ IBRDയുടെ ഫങ്ഷൻസിൽ പെട്ടതാണ്. അഥവാ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അവരുടെ എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൃഷി, ജലസേചനം, ഊർജം, ഗതാഗതം എന്നീ എല്ലാ മേഖലകളിലും അവർക്ക് ഡെവലപ്മെൻറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നു. ദെൻ the second agency is International Development Association or IDA. International Development Association was set up in 1960. 1960 രൂപം കൊണ്ടിട്ടുള്ള മറ്റൊരു ഏജൻസിയാണ്, അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള മറ്റൊരു ഏജൻസിയാണ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് വേൾഡ് ബാങ്ക്. നമ്മൾ പറഞ്ഞ ഈ IBRDയുടെ അതല്ലെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ എന്ന് പറയും. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് സോഫ്റ്റ് ലോൺ primarily to provide soft loan to the poorest country. So it is called the soft loan window of IBRD. IDA ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് ലോക ബാങ്കിൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതും വേൾഡ് ബാങ്കിൻ്റെ അതേ ഫങ്ഷൻസ് തന്നെയാണ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷനും നിർവഹിക്കുന്നത്. പൂറസ്റ്റ് കൺട്രീസ് അഥവാ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് സോഫ്റ്റ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ്. അഥവാ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺസ് വായ്പകൾ നൽകുക എന്നുള്ളതാണ് അവികസിത രാഷ്ട്രങ്ങൾക്ക് അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ്റെ ലക്ഷ്യം. Then the main objective of International Development Association is to provide development finance on easy terms to less developed countries. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് അഥവാ അവികസിത രാഷ്ട്രങ്ങൾക്ക് അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക. ദെൻ ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ഫോർ പോവർട്ടി ഇറാഡിക്കേഷൻ ഇൻ ദി പൂവറസ്റ്റ് കൺട്രീസ്. പൂവറസ്റ്റ് കൺട്രീസിൽ അഥവാ ദരിദ്ര രാഷ്ട്രങ്ങളിലെ പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും അവർക്ക് വേണ്ട ധനസഹായങ്ങളും നൽകുക എന്നുള്ളതും ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. ദെൻ ദ നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ IFC. IFC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1956. 1956 രൂപം കൊണ്ടിട്ടുള്ള മറ്റൊരു സ്ഥാപനമാണ് ഇത് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ ടു പ്രൈവറ്റ് സെക്ടർ ഓഫ് ഡെവലപ്പിംഗ് countries. All the members of the World Bank are eligible to become members of IFC. IFC രൂപം കൊണ്ടിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ IDAയുടെയും IBRDയുടെയും അതേപോലെ പൂറസ്റ്റ് കൺട്രീസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ IFC ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറിനാണ്. IBRDയും IDAയും ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റുകൾക്കാണ്. പക്ഷേ IFC ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റിനല്ല, പ്രൈവറ്റ് സെക്ടറിനാണ് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുക. IBRDയിൽ അഥവാ വേൾഡ് ബാങ്കിൽ മെമ്പർഷിപ്പ് നേടിയിട്ടുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള യോഗ്യത ഉണ്ട്. Then the next institution is International Monetary Fund.
ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു ഏജൻസിയാണ് ഏത്? ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. നമ്മൾ വേൾഡ് ബാങ്കിൻ്റെ അതേ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് നമ്മൾ കാണേണ്ട മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഈസ് ദ സെക്കൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ നെക്സ്റ്റ് ടു ദി വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് കഴിഞ്ഞാൽ അഥവാ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ വേൾഡ് ബാങ്ക് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. 1945 ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സ്ഥാപിതമായിട്ടുള്ളത്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദ മെയിൻ്റനൻസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് പ്രൊവൈഡിങ് ഷോർട്ട് ടേം ലോൺസ് ടു ദ കൺട്രീസ് ഫേസിങ് ഷോർട്ട് ടേം ഫോറിൻ എക്സ്ചേഞ്ച് പ്രോബ്ലംസ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിവിധ രാജ്യങ്ങൾക്കിടയിൽ അഥവാ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങൾക്കിടയിൽ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് പ്രൊമോട്ട് ചെയ്യുക അഥവാ അവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ മെയിൻ്റനൻസ് നല്ല രീതിയിൽ നോക്കി നടത്തുക. ആ ഇൻ്റർനാഷണൽ ട്രേഡിൽ അന്താരാഷ്ട്ര ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾക്കിടയിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് സ്ഥാപിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിന് ഒരു ക്രമീകരണം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺസ് ടു ദി മെമ്പർ കൺട്രീസ്. ഈ ആഗോളതലത്തിൽ അഥവാ ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള ഇൻ്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെട്ടിട്ടുള്ള അവിടെ ഇൻ്റർനാഷണൽ ട്രേഡിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ടാവും. അവർക്കൊക്കെ ഷോർട്ട് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സിൽ പെട്ടതാണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ അതേപോലെ പ്രാധാന്യമുള്ള മറ്റൊരു ഏജൻസിയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO. WTOൻ്റെ മറ്റൊരു പേര് ഫസ്റ്റ് WTO അറിയപ്പെട്ടിരുന്നത് GATT എന്ന പേരിലായിരുന്നു. WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന ഈ ഒരു ഏജൻസി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് GATT എന്നായിരുന്നു. ജനറൽ അഗ്രിമെൻറ്റ് ഫോർ ടാരിഫ് ആൻഡ് ട്രേഡ് എന്ന പേരിലായിരുന്നു ഈ WTO ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. The World Trade Organization deals with the global rules of trade between nations. The main function is to ensure that trade flows as smoothly. WTOയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടു എൻഷുർ റിഡക്ഷൻ ഓഫ് ടാരിഫ് ആൻഡ് അതർ ട്രേഡ് ബാരിയേഴ്സ്. ടാരിഫ് പോലെയുള്ള കച്ചവട നിയന്ത്രണങ്ങൾ അഥവാ ട്രേഡ് ബാരിയേഴ്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്, അതല്ലെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് WTOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ദെൻ ടു എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് വിച്ച് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അന്താരാഷ്ട്ര കച്ചവടത്തിലെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ നീക്കുക, അതുപോലെ തന്നെ മെമ്പർ കൺട്രീസിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ അവരുടെ ആ മെമ്പർ കൺട്രീസിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവിടുത്തെ രാജ്യങ്ങളുടെ ഇൻകം ഇതൊക്കെ വർദ്ധിപ്പിക്കുകയൊക്കെയാണ് WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടു റിമൂവ് ദ ബാരിയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്ര വ്യാപാരത്തിലുള്ള പലതരത്തിലുള്ള തടസ്സങ്ങൾ, ട്രേഡ് ബാരിയേഴ്സ് റിമൂവ് ചെയ്യുക, അതാ അന്താരാഷ്ട്ര കച്ചവടത്തിനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് WTOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മളെ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ മുഴുവൻ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഏജൻസികളും ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വേൾഡ് ബാങ്ക് അഥവാ IBRD, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ദെൻ വേൾഡ് ട്രേഡ്
ഓർഗനൈസേഷൻ. ഇത്രയും സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ.